Hello friends, welcome to our YouTube channel UK Malos. Hi guys, welcome to UK's Treasure Hunters. UK Malos. Hi guys, welcome to UK Malos Treasure Hunters. ഞങ്ങൾ ഇന്ന് കാർഡിഫ് കാസിൽ ആൻഡ് മ്യൂസിയം കാണാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുഞ്ഞാഞ്ഞിയും ചേച്ചിയും ഉണ്ട്. നീ എന്താണ് മാസ്ക് വെക്കാത്തെ? ഇത്രയും പേര് മാസ്ക് വെച്ചൊക്കെ നീ കാണുന്നില്ലേ? നിനക്ക് 10-15 വയസ്സായില്ല, നിനക്ക് മാസ്ക് വെച്ചൂടെ? വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങളൊരു സാഹിബിനോട് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു തന്നു വഴി ഇതിലേ ഇങ്ങനെ പോണെന്ന്. അപ്പൊ ഞങ്ങൾ ഇത് ചുറ്റി കാസ്റ്റിലിന്റെ ബാക്ക് സൈഡ് ഫുൾ ചുറ്റി ഫ്രണ്ട് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, എൻട്രൻസിലേക്ക്. ഞങ്ങളിപ്പോൾ കാസിലിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് അകലെ നിന്ന് ഒരു നല്ല വ്യൂ കിട്ടും കാസിലിൻ്റെ. നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്നതാണ് കാസിൽ. അപ്പം ഏറ്റവും മുകളിലായിട്ട് വെൽഷ് ഫ്ലാഗും ഉണ്ട്. ഇന്ന് നല്ല സണ്ണി ഡേ ആണ്, അതുകാരണം നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഇനി ഇന്ന് കുറേ അധികം തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ടിക്കറ്റ് ഓൾറെഡി നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതാണ്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇനി പോകണം നമുക്ക്. അത് ട്രാക്ക് ആൻഡ് ട്രേസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ 2 ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ആൻഡ് വെൽഷ്. വെയിൽസിലെ ആൾക്കാർ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് വെൽഷ്. അത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഇംഗ്ലീഷിൽ നിന്നും. ചേച്ചി ആദ്യമേ തന്നെ ട്രാക്ക് ആൻഡ് ട്രേസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്ക് കോവിഡ് ആപ്പ് ഉണ്ട്, അത് കാണിച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവരെ കാണിക്കണം, അത് വെരിഫൈ ചെയ്യണം. അങ്ങനെ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവരൊരു സ്റ്റിക്കർ തരും, അതായത് പാസ്. കാസിൽ കാണാൻ വേണ്ടിയുള്ള പാസ്സാണ്, റെഡ് കളറുള്ള സ്റ്റിക്കർ. Delvin Matthew, DELVIN. You have Matthew, MATTHEW. Very artistic. ഇത് കാർഡിഫ് കാസ്റ്റിൽ നമ്മളിപ്പോൾ പോകുന്ന ആ സ്ഥലം. ഇതെടുക്കാം, ഇത് കാസ്റ്റിൽ മാത്രം. ഏതായിട്ടാ വേണ്ട? ഇത് മാഗ്നറ്റ്സ് അല്ലേ, അപ്പോൾ ഇതായിട്ടിരിക്കും. എടുക്കുവാണേ, 3.5. പക്ഷെ നമുക്കിത് നമ്മളിവിടെ പോയി എന്നുള്ളൊരു ഇത് എടുക്കാം. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം അവർ നമ്മളെ ആദ്യം കൊണ്ടുപോകുന്ന ഇങ്ങോട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ റോമൻ ബോൾസ് ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. റോമൻ ബോൾസ് എന്ന് പറഞ്ഞാൽ റോമൻ ഫോർട്ടിൻ്റെ പോർഷൻസ് ആണ്. അത് 2000 years പഴക്കമുള്ള വോൾസ് ആണത്.
നല്ല ഭംഗിയുണ്ട് കാണാൻ. മീൻസ് അത്രയും കാലം പഴക്കമുള്ളതല്ലേ, അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്, പക്ഷെ സ്റ്റിൽ അത് മീൻസ് സ്ട്രോങ് ആയിട്ട് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മ്യൂറൽ ആർട്ട് വർക്കാണ്. അവിടെ കാണിക്കുന്നത് ഫസ്റ്റ് സെഞ്ച്വറിയിലുള്ള ആൾക്കാരുടെ ഒരു വില്ലേജ് ലൈഫാണ്. ആ സൗത്ത് വെയിൽസിലുള്ള ആൾക്കാരുടെ വില്ലേജ് ലൈഫാണ് കാണിക്കുന്നത്. പിന്നെ അവരെ റോമൻസ് വന്ന് കീഴ്പ്പെടുത്തുന്നതും പിന്നെ റോമൻസിൻ്റെ വിന്നും ബാറ്റിലും അവർ ജയിച്ചു കഴിഞ്ഞുള്ള അവരുടെ ജീവിതവും എല്ലാമാണ് മുന്നോട്ടുള്ള ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഞങ്ങൾ പോയത് ഫയറിംഗ് ലൈൻ എന്ന് പറയുന്ന മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെൽഷ് സോൾജിയേഴ്സിൻ്റെ ഒരു 300 years ചരിത്രമാണ്. അവിടെ ഈവൻ ഇറാഖ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ വരെ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവരുപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സ്, അതായത് ഡ്രസ്സിങ് സ്റ്റൈല്, പിന്നെ എക്യുപ്മെൻറ്റ്സ് ലൈക്ക് ഗൺസ്, ക്യാപ്സ്, ഷൂസ്, ഒറിജിനലും കാണാൻ പറ്റും. പിന്നെ അതിൻ്റേതായ പിക്ചേഴ്സ്, വീഡിയോസ്, പിന്നെ കുറച്ച് ആർട്ട് വർക്ക്സ്, അങ്ങനെ നല്ലൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് അവിടെ. അവിടെ ചെന്നിട്ട് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. Let's move. ഭയങ്കര ഉയരത്തിലല്ലേ ഇവിടെ, അതിന് മേളിലൊക്കെ ആൾക്കാർ ഒരു 50 സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? 50 സ്റ്റെപ്പ് ഉണ്ട്, പക്ഷെ അതിന് മേളിൽ നോക്കിയ ആൾക്കാർ Very careful. Okay. Horrible steps, and you may see them already. Okay, thank you. ഫൈനലി ഞങ്ങൾ ക്യാഷിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി ഞങ്ങളോട് പറയുന്നത് ബി വെരി കെയർഫുൾ എന്നാണ് പറഞ്ഞത്, കാരണം അത് നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ മാനേജ് ചെയ്ത് മുകളിലെത്തി, ഹാഫ് വേയിലെത്തി. അപ്പോൾ ഞങ്ങളുടെ ഹന്നമോള് പയ്യെ കയറി വരുന്നതേ ഉള്ളൂ. 44 സ്റ്റെപ്സ് ഉണ്ട്. ഹന്നാമ ഇവിടെ മടുത്തിരിക്കുകയാണ്. ഹന്നക്ക് straight. Hannah, careful.
സ്റ്റെപ്പ് കിട്ടിയെന്ന് ഏതെന്ന് അറിയത്തില്ല. എക്സസൈസ് ആയിട്ടുണ്ട് എല്ലാവർക്കും. ഞങ്ങൾ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് കാർഡിഫ് കാസലിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും. കാരണം കാസിൽ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു സെൻറ്ററിലായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ സിറ്റിയിൽ ഫുള്ള് റൗണ്ടിൽ നല്ല വ്യൂ കിട്ടും. അമ്മച്ചി ഞാൻ വീരോ താഴോട്ട് നോക്കാനേ നോക്കിയാ എനിക്ക് വീഴും. ഞാൻ താഴോട്ട് പോവാ. എന്റെ ദൈവമേ, ഹന്ന പെട്ടെന്ന് ഇറങ്ങണേ. താങ്ക് യു. കാസലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ ഇവിടെ കാണാൻ സാധിക്കും. എല്ലാവരും പലതരത്തിൽ ഡിഫറെൻ്റ് ആണ്. Please subscribe and don't forget to press the bell button. Thank you. ഒന്നുകൂടെ പറയണോ? പറഞ്ഞോ. Okay. പറഞ്ഞോ. Please subscribe and don't forget to press the bell button. Thank you. ഞങ്ങൾ കാസലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. എല്ലാവർക്കും അപ്പം തന്നെ വിശക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഹനമോളാണെങ്കിൽ ടയേർഡായി, അവളുടെ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ എന്നാൽ പിന്നെ ഒരു ടർക്കിഷ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റ് തേടി തപ്പി നടക്കുകയാണ് ഞങ്ങൾ സ്ട്രീറ്റിൽ കൂടെ.
പറഞ്ഞോ, അത് കട്ട് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ UK Mallows. ഹണ്ടേഴ്സ് അല്ല ചേട്ടാ, UK Mallows എന്ന് പറഞ്ഞാൽ ട്രഷർ ഹണ്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ. Hello. Dinner table. Outside. Okay. Thank you. ഇന്ന് പോണ്ടോ? ഇന്ന് പോണ്ടോ? അന്ന നാളെ നിനക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് എന്തായാലും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. നാളെ എന്തായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ നിന്ന് എന്നാ കുഴപ്പം? ഡ്യൂട്ടിക്ക് പോകണ്ട, ഡ്യൂട്ടി പൈസ മണി കിട്ടണ്ട. പിന്നെ മണി അമ്മ തന്നോളൂ. എന്റെ അമ്മക്ക് അത്രയും പൈസ ഉണ്ടോ? അത്രയും പൈസ ഇനി അമ്മയ്ക്ക് ആരും പോലും പറ്റൂല. അമ്മയുടെ ആരോഗ്യമെല്ലാം നശിച്ചു. ഇനി പൈസ ഒരു ദിവസത്തേന് കിട്ടണ്ട. ഒരു ദിവസം കൊണ്ട് എന്താവുന്നുണ്ടാവും? വിളിക്കത്തില്ല. അവിടെ സ്ട്രിക്റ്റ് ആണ്, വെരി വെരി സ്ട്രിക്റ്റ്. കുഴപ്പമില്ല. നീ ആ മാനേജറെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നീ പഠിച്ചു മേട്ടറിനായിട്ട്. എന്തായാലും നിങ്ങൾ ഇവിടുന്ന് പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നു. ബാഗ് കൊടുക്കണ്ട. ബാഗ് ഞാൻ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഈ അപ്പച്ച ഞങ്ങളെ കൊണ്ടുവിടാന്ന് പറഞ്ഞേക്കുന്നത്. തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടിയാണ് നമ്മൾ വണ്ടി പിടിച്ചേക്കുന്നത്. അവരോട് പറഞ്ഞു, എന്നാ അവരോട് പറഞ്ഞേക്ക്, വേണ്ടെന്ന് പറഞ്ഞേക്ക്. അങ്ങനെയൊന്നും മാറ്റി പറഞ്ഞില്ല. നമ്മൾ ഒരു കാര്യമായിട്ട് ഇത് എപ്പോഴും വാക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. കുഴപ്പമില്ല, നമ്മള് വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. വാക്കിന് വില വേണം തന്നെ. എന്തായാലും ഇവരെന്നെ ഞാൻ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുക. എന്താ അവർക്ക് ഡ്യൂട്ടിക്ക് പോയേ പറ്റുള്ളൂ. ഡ്യൂട്ടിക്ക് പോകണ്ട, ഓണം അംഗീകരിക്കണം. നമുക്ക് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോകാം. അന്നെ എപ്പോഴും ഇങ്ങനെയാണ്. ആരെങ്കിലും ഒന്ന് വന്നാലും പോയാലും എല്ലാം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവാണല്ലോ. പറ്റത്തില്ല. ഞങ്ങൾ അടുത്ത ആഴ്ച പരിപാടി പോയിട്ട് വരും. അടുത്ത ആഴ്ച മോക്ക് ലീവല്ലേ? അത്രയും ദിവസം ഞാൻ എന്തെടുക്കും ഇവിടെ? ഇത്രയും ദിവസം എന്താ എടുത്തത്? എല്ലാ ദിവസവും വൈകിട്ട് ജെനിഫറിന്റെ അടുത്ത് അവിടെ ജെനിഫറിന് സ്കൂൾ അടച്ചു, നിനക്ക് സ്കൂൾ അടച്ചു. എപ്പോഴും ക്ലാസ്സിൽ പോവാം. ഇന്ന് ഡേറ്റ് എത്രയാ? ഇന്ന് 14. ഇന്ന് 14. നാളെ സ്കൂൾ അടയ്ക്കും. സ്കൂൾ അടയ്ക്കും. എല്ലാവർക്കും അടയ്ക്കും. Please subscribe and don't forget to press the bell button. Thank you.